ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്പല്ലി ഗ്രിൽ ചെയ്തെടുക്കാം. കൂടെ വളരെ ഈസി ആയിട്ടുള്ളൊരു മന്തി റൈസ് റെസിപ്പിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്പല്ലി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നന്നായി വരഞ്ഞു കൊടുക്കണം, എന്നാലാണ് അതിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാലയിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് ചുവന്നുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, പിന്നെ 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, 1 ടീസ്പൂൺ സോയാ സോസ്, ഇനി 1 സവാള. ഇതെല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് ഒന്നും കൂടി നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. സൈഡിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്കിനി ഇത് ഗ്രിൽ ചെയ്യാനുള്ള കണ്ണൽ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ചാർക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഗ്രിൽ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് ഈ തീയൊന്ന് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതുപോലെ 2 പീസ് വാഴയില കഷ്ണം എടുത്തിട്ട് അതിൽ ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിക്കുക. 2 വാഴയിലയിലും ഒലിവ് ഓയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ മറ്റേ വാഴയില കൂടി വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഗ്രിൽ ചെയ്തെടുക്കാം. ചെറിയ ചൂടിൽ വേണം ഗ്രിൽ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസിലേക്കുള്ളതാണ് പറയുന്നത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായി അരിയാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 4 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ജീരകം, നല്ല ജീരകം, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത തക്കാളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം എടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങളേൽ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഇവിടെ ഗ്രിൽ ചെയ്യാൻ വെച്ച ചെമ്പല്ലി എന്തായെന്ന് നോക്കാം. ഇവിടെ ദാ ഈ വാഴയില ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 സൈഡിലെയും.
അപ്പോൾ ഗ്രിൽ ചെയ്ത ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഈസി റെസിപ്പിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും പറയണം, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.